ഒരു ഫിറ്റ്നസ് ട്രെയിനറായ ഞാൻ എന്തുകൊണ്ട് ചായക്കടയെ കൊണ്ട് ചവിട്ടി നിർത്തിയെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. ഇത് വേറെ ആരെയും കടയില്ല, എൻ്റെ ഉമ്മയും വാപ്പയും നടത്തുന്ന ഒരു ചായക്കടയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ജിമ്മിന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം നേരെ വരുന്നത് ചായക്കടയിലാണ്. ചായക്കടയിൽ ഇവിടെ വന്നിട്ട് അവർക്ക് ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനായിരിക്കും ഞാൻ ഇവിടെ പറഞ്ഞത്. പിന്നെ എൻ്റെ വേറെ ലക്ഷ്യം കൂടെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വാ. ഞാൻ ഈ ചായക്കടയിൽ പറഞ്ഞതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഇവിടെ വൈകുന്നേരത്തേക്ക് വേണ്ടി മുട്ട ബജി ഉണ്ടാക്കി വയ്ക്കും. ആ മുട്ട ബജിയിൽ ഓരോ മുട്ടകൾ അടിച്ചു മാറ്റാനുള്ള പരിപാടിക്കാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതാണ് എൻ്റെ പ്രോട്ടീൻ സോഴ്സ്. അതെൻ്റെ പ്രൊഫഷണൽ ജോലി, ഇതെൻ്റെ സഹായം. ഡെയിലി എൻ്റെ വാപ്പാക്കുമാക്ക് വേണ്ടി ഞാൻ ഡെയിലി ഇവിടെ വരും, ചായക്കടയിൽ വരും, ഇതുപോലെ പേപ്പറിൽ കീറി കൊടുക്കും, കടികളുണ്ടെങ്കിൽ ആൾക്കാർ വരുമ്പോൾ പൊതിഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഒരു ജോലിയാണ് എൻ്റെത്. എന്തായാലും ഈ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റുകൾ വരും. എന്തെന്ന് വെച്ചാൽ വാപ്പ ആൾക്കാർക്ക് അൺഹെൽത്തി ഫുഡ് കൊടുക്കുന്നു, മകൻ ഫിറ്റ്നസ് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു പ്രൊഫഷണലാണ്, ഇത് അവരുടെ ഒരു പ്രൊഫഷണൽ. അവരുടെ പ്രൊഫഷൻ ജസ്റ്റ് സഹായിക്കാൻ വരുന്നു, ഞാൻ എൻ്റെ പ്രൊഫഷൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ എണ്ണ പലഹാരങ്ങൾ കഴിക്കേണ്ട എന്നല്ല, എണ്ണ പലഹാരം കഴിക്കുക, അതനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യുക, കലോറി ബേൺ ഔട്ട് ചെയ്യുക. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് വിത്ത് ലവ്, മിസ്റ്റർ ആൻഡ് മിസസ് കോച്ച്.